ഒരു വൈകുന്നേരം ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ അങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വീഡിയോ കണ്ടു. ദിഫയിൽ പോയിട്ട് എല്ലാവരും കുളിക്കുന്നത്. അങ്ങനെ എല്ലാവരും താല്പര്യമുണ്ട് പോകാൻ. അപ്പോൾ എല്ലാവരും ഈ ഞായറാഴ്ച പോകാമെന്ന് തീരുമാനിച്ച് ഞായറാഴ്ച ഞങ്ങൾ അങ്ങോട്ട് പുറപ്പെട്ടു. പിന്നെ ആർക്കും പറഞ്ഞിരുന്നു വേണ്ടല്ലോ, ടൂറ് പോകുമ്പോൾ മെയിനായിട്ട് അടിയുണ്ടാവുന്ന ഒരു കാര്യം ആര് മുന്നിലിരിക്കും എന്നുള്ളതാണല്ലോ. അങ്ങനെ ഷാനിജും നിസാമുദ്ദീൻ അഡ്വക്കേറ്റും തമ്മിൽ ബലപ്രയോഗം നടന്നു അതിന് വേണ്ടിയിട്ട്. അവസാനം നിസാമുദ്ദീൻ അടിയറവ് പറഞ്ഞു ഷാനിജ് തന്നെയാണ് മുന്നിലിരിക്കുന്നത്. നമ്മുടെ ഡ്രൈവർ വേറെ ആരുമല്ല, നമ്മുടെ ജോയ്ഫുളിന്റെ മുതലാളി നജീബാണ്. പോണ വഴിക്ക് നല്ല പാട്ടൊക്കെ വെച്ച് എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ടാവും. കാരണം ഈ പല പല ദിവസങ്ങളിലെ വർക്കുകളും പ്രഷറും കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് ഒരു ഞായറാഴ്ച നമ്മുടെ കൂട്ടുകാരന്മാർ നമ്മുടെ റൂമിലുള്ളവർ മാത്രമായിട്ട് നമ്മളൊരു സ്ഥലത്തേക്ക് കുളിക്കാൻ പോകുക, മൈൻഡ് ഫ്രഷ് ആക്കുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് നന്നായിട്ട് എല്ലാവരും എൻജോയ്മെന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ഈ വീഡിയോ എല്ലാം പകത്തേത് ശിബിരിയാണ്. ശിബിരി പുറത്തുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം അവിടെ എത്താറായി. നമ്മളവിടെ എത്തി നോക്കുമ്പോൾ ഒരു ചെറിയൊരു മഴച്ചാറിലുണ്ടായിരുന്നു. മഴച്ചാറിൽ കണ്ടുമ്പോൾ എല്ലാവരും പറഞ്ഞു വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നടന്നു പോകാമെന്ന്. പക്ഷെ ആർക്കും ഈ സ്ഥലത്തിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരും ഇറങ്ങി നടന്നു. അങ്ങനെ നടക്കുമ്പോൾ നല്ല നല്ല കാഴ്ചകളുണ്ട്. രണ്ട് സൈഡിലും പാടായിട്ട് കൃഷിയിടങ്ങളുണ്ട്. ആ കൃഷിയിടങ്ങളിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കുന്ന വാദികളുണ്ട്. നല്ലൊരു കാഴ്ച തന്നെയാണ്. ഇങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് എല്ലാവരോടും ഒപ്പീനിയൻ എല്ലാം ചോദിച്ച് നമ്മളിങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നടന്നു. അങ്ങനെ എത്ര നടന്നിട്ടും നമുക്ക് കുളിക്കാൻ പറ്റിയ ഒരു സ്ഥലം നമുക്ക് കണ്ടെത്താനായില്ല. കാരണം നമ്മളെല്ലാവരും 10ഓളം ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ ചെറിയ ചാലുകളും വാദികളാണ് നമുക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഒരു സാഡായെങ്കിലും ഈ 4 കുറേ കാഴ്ചകളെല്ലാം കണ്ടുപോകുമ്പോൾ ഒന്ന് മനസ്സിലൊരു കുളിർമയും ഒരു പുതിയ നമ്മൾ ഈ ദുബായിൽ നിന്നുള്ള കെട്ടിടങ്ങളുടെ ഇതിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ ഈ പച്ചപ്പിലേക്കും മലനിരകളിലേക്കൊക്കെ വന്നു നോക്കുമ്പോൾ ഉണ്ടായ ഒരു സന്തോഷം ഒക്കെ കണ്ടുപോകുമ്പോൾ നമുക്കും ഒരു ഹാപ്പി ആയി. നമ്മളെപ്പോലെ തന്നെ കുറേ ആളുകൾ ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കണ്ടിട്ട് ഈ സ്ഥലം അന്വേഷിച്ച് വന്നവരുണ്ടായിരുന്നു. അങ്ങനെ അവസാനം നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇങ്ങോട്ട് വണ്ടിക്ക് വേറെ ഭാഗത്തൂടെ വരാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഒന്നും നോക്കിയില്ല, ജാബിറിനോടും നജീബിനോടും പറഞ്ഞിട്ട് വണ്ടി അവർ രണ്ടുപേരും അവിടെ നിന്ന് എടുത്തിട്ട് നമ്മുടെ ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളും വലിയവരും എല്ലാവരും ആയിട്ട് നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. പിന്നെ ആളുകളെല്ലാം കുളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ആളുകളൊക്കെ പാടെ കൂടിയിട്ട് വെള്ളത്തേക്ക് ഇറങ്ങി. കുറച്ച് ആളുകൾ മേലെ കയറിയിട്ട് ഒന്ന് ചാടി കുളിക്കണമെന്ന് പറഞ്ഞിട്ട് മേലേക്ക് കയറി പോയി ചാടി കുളിച്ച്. അങ്ങനെ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. എല്ലാവരും വരണം, കാണണം, ഇതൊക്കെ ഒന്ന് അനുഭവിച്ചറിയണം. നമ്മൾ ജോലി ചെയ്യാൻ മാത്രമല്ലോ അങ്ങോട്ട് വന്നിട്ടുള്ളത്, നമുക്കും ഒരു എൻജോയ്മെന്റും കാര്യങ്ങളൊക്കെ വേണ്ടേ. അങ്ങനെ ദിഫയിൽ വന്നു. പക്ഷേ ഭയങ്കര ക്രൗഡായിരുന്നു. അതിന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നു ഭയങ്കര ക്രൗഡ്. ആളുകളൊക്കെ വന്നിട്ട് തിങ്ങി നിറഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കിയാൽ കാണാം ഭയങ്കര ക്രൗഡാണ്. ഇപ്പോൾ മഗ്‌രിബ് വാങ്ങി കൊടുത്തിട്ടും ക്രൗഡാണ്. അപ്പോൾ ആരെങ്കിലും ദിഫേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വള്ളത്തിൽ കുളിക്കാനോ ചാടാനോ ആരെങ്കിലും പ്ലാൻ ചെയ്യണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞായറാഴ്ച പ്ലാൻ ചെയ്യേണ്ട, ഒരു ശനിയാഴ്ച വെള്ളിയാഴ്ച പ്ലാൻ ചെയ്യുന്ന കാര്യം ബെറ്റർ. അപ്പോൾ ശരി, താങ്ക് യു.